ഹലോ, നമസ്കാരം. എൻ്റെ പേര് നസീം. കഴിഞ്ഞ 2 വീഡിയോകളിലായി ഒന്ന് GC-യെക്കുറിച്ചും രണ്ടാമത് സെപ്പറേറ്ററിനെ കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു. കുറച്ച് കാര്യങ്ങൾ എന്നാൽ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഡിസാൾട്ടറെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഡിസാൾട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സം കപ്പാസിറ്റീസ് ആൻഡ് സെറ്റ് പോയിൻറ്റ്സ് and safety parameters, safety tripping, പിന്നെ അതിൻ്റെ പമ്പ്സ് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് തുടങ്ങാം. വെട്ടാങ്കിളിൽ നിന്ന്. വെട്ടാങ്കിൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. വെട്ടാങ്കിളാണ് ഓൾമോസ്റ്റ് 90%, 95% വാട്ടർ സെപ്പറേറ്റ് ആവുന്ന വാട്ടർ സെറ്റിങ്ങിലൂടെ ലോങ് ടൈം ക്രൂഡ് വാട്ടർ ലിക്വിഡ്സിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, വെട്ടാങ്കിളിൽ നിന്നും ഡിസാൾട്ടർ ഫീഡ് പമ്പ് വഴി ആക്ച്വലി GC-യിൽ രണ്ട് ട്രെയിൻ ഉണ്ട്. ട്രെയിൻ A, ട്രെയിൻ B ഡിസാൾട്ടർ 50 MBPD കപ്പാസിറ്റിയാണ്. ഓക്കെ, 2 ട്രെയിൻ ആക്ച്വലി ഉണ്ട്. സോ ഫീഡ് പമ്പ് വഴി ഡിസാൾട്ടർ ഫസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നു. ഓക്കെ, ഡിസ്ചാർജ് പ്രഷർ എന്ന് പറയുന്നത് 277 ആണ്. നമ്മളിതിൽ നോക്കിയാൽ തന്നെ അറിയാം. പമ്പിൻ്റെ ഡിസ്ചാർജ് പ്രഷർ വന്നത് 277. ഓക്കെ, ഡിസാൾട്ടർ ഫസ്റ്റ് സ്റ്റേജിൽ പോകുന്നതിന് മുന്നേ നമ്മൾ ആക്ച്വലി ഒരു ഫീഡ് എക്സ്ചേഞ്ചർ കൊടുത്തിട്ടുണ്ട്. ക്രൂഡ് ആൻഡ് വാട്ടർ 2 സൈഡിലും നമുക്ക് എക്സ്ചേഞ്ചർ കാണാവുന്നതാണ്. കാരണം ടെമ്പറേച്ചർ നമ്മൾ വേസ്റ്റ് ഹീറ്റിനെ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി, ഹീറ്ററിലോട്ട് പോകുന്നതിന് മുന്നേ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇതിൽ 40 ഡിഗ്രി ഉണ്ട്. ആക്ച്വലി ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ ബൈപ്പാസിലാണ് ഓടുന്നത്. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ മോസ്റ്റ്ലി വേരിയബിൾ ഇല്ലാത്ത. ട്രെയിൻ B നോക്കുകയാണെങ്കിൽ ട്രെയിൻ B ഫീൽഡിലാണ് പോകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. 42 ഡിഗ്രി ഇൻലെറ്റും ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ ഔട്ട്ലെറ്റ് 49 ഡിഗ്രി കാണാൻ കഴിയും. ഓക്കെ, സോ ഇതൊരു ബാക്കപ്പ് പ്രഷർ ഇവിടെ ഉണ്ട്. ഡിസാൾട്ടറിന് ബാക്കപ്പ് പ്രഷർ നിർബന്ധമാണ്. ബാക്കപ്പ് പ്രഷർ നമ്മൾ കൊടുത്തിരിക്കുന്ന 96 PSI ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഡിസാൾട്ടർ ഫീഡ് പമ്പിൻ്റെ പ്രഷർ 270 ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 2 ഡിസാൾട്ടർ, ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഡിസാൾട്ടർ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് ക്രൂഡ് ഡ്രൈ ടാങ്കിലേക്ക് പോകുന്നതിന് വേണ്ടി ബാക്കപ്പ് പ്രഷർ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു PIC കൺട്രോളർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെറ്റ് പോയിൻറ്റ് 96 ആണ്. സോ ഈ ഡിസാൾട്ടർ സിസ്റ്റം അറ്റ് ദ ലാസ്റ്റ് എൻഡ് 96 പ്രഷർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യും. സോ ഇതിന് പിന്നിലോട്ട് പോകുന്നതിനനുസരിച്ച് പ്രഷർ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്നും ഔട്ട്പുട്ട് ആക്ച്വലി 2 FIC കൺട്രോളറുണ്ട്. ഇതിലാണ് നമ്മൾ ഡിസാൾട്ടറിൻ്റെ ഫീഡ് ഫ്ലോ നമ്മൾ മെയിൻറ്റെയിൻ വേരി ചെയ്യുന്നത്. ഓക്കെ, ഹീറ്ററിൻ്റെ ഇൻലെറ്റിലോട്ട് പോയി 41 ഡിഗ്രി ഹീറ്റായി നമ്മൾ 69 ഡിഗ്രി 70 ഡിഗ്രിയാണ് 72-75 ഡിഗ്രി നമ്മൾ ഹീറ്ററിൻ്റെ സെറ്റ് പോയിൻ്റ് സെറ്റ് ചെയ്യും. ഈ ഹീറ്റർ എന്ന് പറയുന്നത് ടോട്ടലി PLC ഓപ്പറേറ്റഡ്, തേർഡ് പാർട്ടി PLC ഓപ്പറേറ്റഡ് ഹീറ്ററാണ്. ഡിസാൾട്ടർ ലെവൽ 3 ട്രിപ്പ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഹീറ്ററും ട്രിപ്പ് ആകുന്നതായിരിക്കും. ഓക്കെ, നേരെ പോകുന്നു, ഫസ്റ്റ് സ്റ്റേജിലോട്ട് പോകുന്നു.
ഫസ്റ്റ് സ്റ്റേജിൽ എത്തുന്നതിന് മുന്നായിട്ട് മിക്സ്ചറുണ്ട്, വാട്ടർ മിക്സ് ചെയ്യുക. കാരണം ഡിസാൾട്ടർ നമ്മൾ ഉപയോഗിക്കുന്ന ക്രൂഡിലുള്ള വാട്ടർ സാൾട്ട് കണ്ടൻറ്റ് റിമൂവ് ചെയ്യുന്നതിനാണ്. സാൾട്ട് കണ്ടൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ആക്ച്വലി വാട്ടറാണ് ഉപയോഗിക്കുന്നത്, വാഷ് വാട്ടർ ഉപയോഗിക്കുന്നത്, ബ്രാക്കിഷ് വാട്ടറാണ് ഉപയോഗിക്കുന്നത് ആക്ച്വലി. ഓക്കെ, സോ ഇനി നോസിൽ ഇഞ്ചക്ഷൻ, വാഷ് വാട്ടർ നോസിൽ ഇഞ്ചക്ഷൻ വെച്ച് അതിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് സ്പ്രെയറായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് സ്റ്റാറ്റിക് മിക്സറിലൂടെ പോയി ഒരു PDAC കൺട്രോളറുണ്ട്, ഹോൾഡ് പ്രഷർ 18 PSI വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഫസ്റ്റ് സ്റ്റേജ് ഡിസാൾട്ടറിൻ്റെ ഇൻലെറ്റിലോട്ട് ഫീഡ് ചെയ്യുന്നു. ഈ മിക്സ് ചെയ്ത വാട്ടർ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർഫേസ് കൺട്രോളറുണ്ട്. ഈ ഇൻ്റർഫേസ് കൺട്രോളറിൽ 40% സെറ്റ് പോയിൻ്റ്. ഓക്കെ, 40% മെയിൻറ്റെയിൻ ചെയ്യും. എബോ 40% ആവുന്ന സമയത്ത് ഔട്ട്ലെറ്റ് വാൾവ് ഓപ്പൺ ചെയ്ത് വാൾവ് കൂടുതൽ ഓപ്പണായി 40% മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജിൽ നിന്നും നേരെ പോകുന്ന ഇവിടുത്തെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും 270 ആണ് നമ്മൾ ഡിസാൾട്ടർ ഫീഡ് പമ്പിൽ ഡിസ്ചാർജ് പ്രഷർ ഉണ്ടാകുന്നത്. ഇവിടെ 110, 112, 110 ലിറ്റിൽ ബിറ്റ് വേരിയബിൾ ആയിരിക്കും. ഇവിടെ ഹോൾഡിംഗ് പ്രഷർ 112 ആണ്. ഓക്കെ, നെക്സ്റ്റ് പോകുന്ന ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് നേരെ സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇൻലെറ്റിലോട്ട് പോകുന്നു. ഇൻലെറ്റിൽ സെയിം വാഷ് വാട്ടർ, സെക്കൻഡ് ടൈം ഡബിൾ വാഷ്, 2 സ്റ്റേജ് ഡിസാൾട്ടാണ് ഓൾറെഡി പറഞ്ഞിരുന്നു. സോ എഗെയിൻ വാഷ് വാട്ടർ ഇഞ്ചക്ഷൻ എഗെയിൻ നടക്കുന്നുണ്ട്. എഗെയിൻ സ്റ്റാറ്റിക് ഇഞ്ചക്ഷൻ നോസിൽ വെച്ച് സ്പ്രെയർ ചെയ്ത് നമ്മൾ വാട്ടർ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. വാട്ടർ ഇഞ്ചെക്റ്റ് ചെയ്തതിന് ശേഷം PDAC കൺട്രോളറുണ്ട്. സ്റ്റാറ്റിക് മിക്സ്ചർ പ്രോപ്പറായി നടക്കുന്നതിന് വേണ്ടി PDAC കൺട്രോളർ വെച്ച് ഒരു ഹോൾഡ് പ്രഷർ കൊടുത്ത് സെക്കൻഡ് സ്റ്റേജ് ഡിസാൾട്ടറിലോട്ട് ഫീഡ് ചെയ്യുന്നു. ഫീഡ് ചെയ്ത് എക്സസ് വാട്ടർ ഒരു ഇൻ്റർഫേസ് കൺട്രോളറുണ്ട്, സെയിം 40% ആണ് മെയിൻറ്റെയിൻ ചെയ്യും. എക്സസ് ആയിട്ടുള്ള വാട്ടർ എഫ്ലുവൻ്റ് വാട്ടർ ടാങ്കിലോട്ട്, ബാലൻസ് ടാങ്കിലോട്ട് ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ, ആക്ച്വലി ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും നടക്കുന്നത്. നമസ്കാരം, ഡിസാൾട്ടറിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഒരു ഡിസ്റ്റർബ് കാരണമുണ്ട്, ഒരു ഓപ്പറേറ്ററിൻ്റെ KOC ഓപ്പറേറ്റർ ഡിസ്റ്റർബ് കാരണം കൊണ്ട് ഓഫ് ചെയ്യേണ്ടതായി വന്നു. സോ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഇൻ്റർഫേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, 40 വെള്ളം ഡ്രൈൻ ചെയ്യുന്നു, ഡിസ്പാച്ച് ചെയ്യുന്നു. സോ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ക്രൂഡ് ഫസ്റ്റ് സ്റ്റേജിൽ ഡിമൾസിഫിക്കേഷൻ എല്ലാം നടന്ന് എമൾസിഫയർ എല്ലാം നടന്ന് ട്രാൻസ്ഫോമർ ആക്ടിവേറ്റായി ഡീഹൈഡ്രേഷനായി സെക്കൻഡ് സ്റ്റേജിൽ പോകുന്നു. സെക്കൻഡ് സ്റ്റേജിൽ അഗെയിൻ ബ്രാക്കിഷ് വാട്ടർ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഇഞ്ചെക്ടർ ചെയ്തിട്ട് ഹോൾഡപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിക് മിക്സ്ചർ യൂസ് ചെയ്യുന്നു. ഇവിടെയും ഒരു PDAC 10771 മിക്സിങ് പ്രോപ്പറായി നടക്കുവാൻ വേണ്ടി വീണ്ടും ഇവിടെ ഒരു PDAC വെച്ചിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകുന്നു. ഇവിടെയും വാട്ടർ ഇഞ്ചക്ഷൻ ഇവിടെയും ആക്ച്വലി ഈ മിക്സ് ചെയ്തുള്ള സാൾട്ടഡ് വാട്ടർ, ഇഫ്ലുവൻ്റ് വാട്ടർ എമൾസിഫിക്കേഷനിലൂടെ റിമൂവ് ആയിട്ടുള്ള എഫ്ലുവൻ്റ് വാട്ടർ മീൻസ് സാൾട്ടഡ് വാട്ടർ ഡിസ്പാച്ച് ചെയ്യാൻ വേണ്ടി ഒരു കൺട്രോളർ LDIC കൺട്രോളർ ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൻ്റെ ലെവൽ 3 ഇതിൻ്റെ ടോട്ടൽ ഡിസാൾട്ടർ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു PALL 1065 ഇത് ടോട്ടൽ ഡിസാൾട്ടർ സിസ്റ്റം പ്രഷറാണ്. ഓക്കെ, ഈ സിസ്റ്റം പ്രഷർ ബിലോ ദാൻ 45 പ്രഷർ വരികയാണെങ്കിൽ ടോട്ടൽ ഡിസാൾട്ടർ ലെവൽ 3 ആവും. ഓക്കെ, സോ ദിസ് അങ്ങനെ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന്
വരുന്ന ക്രൂഡ് സാൾട്ട് റിമൂവ് ചെയ്തിട്ടുള്ള സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് വരുന്ന ക്രൂഡ് എഗെയിൻ ക്രൂഡ് എക്സ്ചേഞ്ചർ വഴി അങ്ങനെ പുറത്തു പോകുന്നു. ഓക്കെ, ഈ വഴി അങ്ങനെ പുറത്തു പോകുന്നു. പുറത്തു പോകുന്ന സമയത്ത് അതാണ് ഒരു സിസ്റ്റം പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ബാക്കപ്പ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു PIC കൺട്രോളറുണ്ട്. 96 PSI ആണ് സിസ്റ്റത്തിൽ സെറ്റ് പോയിൻ്റ്, ഡിസാൾട്ടറിൻ്റെ സെറ്റ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നത്. കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിഫറെൻറ്റ് സ്റ്റൈലായിരിക്കും. ഈ GCയിൽ വന്നിട്ട് ആക്ച്വലി വാഷ് വാട്ടർ ക്രൂഡ് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേജിൽ സാൾട്ടിഫിക്കേഷൻ, ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് നടന്നിട്ട് ഡിസാൾട്ടിഫിക്കേഷൻ നടന്ന് സെക്കൻഡ് സ്റ്റേജിലോട്ടും, സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് എഗെയിൻ സാൾട്ട് റിമൂവ് ചെയ്ത് സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് വീണ്ടും ക്രൂഡ് ഹീറ്ററിൽ എക്സ്ചേഞ്ചറിൽ നിന്ന് നേരെ ട്രേ ടാങ്കിലോട്ട് പോകുന്നു. വാട്ടറിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ വാട്ടർ വരുന്ന വാഷ് വാട്ടർ ടാങ്കുണ്ട്, ബ്രാക്കിഷ് വാട്ടർ പമ്പുണ്ട്, വാഷ് വാട്ടർ ഫീഡ് പമ്പിൽ നിന്ന് നേരെ പോകുന്നത് വാട്ടർ എക്സ്ചേഞ്ചറാണ്. എഫ്ലുവൻ്റ് വാട്ടർ വാഷ് വാട്ടർ എക്സ്ചേഞ്ചറിലോട്ട് പോയി എക്സ്ചേഞ്ചറിൽ നിന്ന് ഒരു റേഷ്യോ കൺട്രോളർ വെച്ച്, ആക്ച്വലി ക്രൂഡിൻ്റെ റേഷ്യോയ്ക്ക് അനുപാതികമായിട്ടായിരിക്കും വാഷ് വാട്ടർ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ലിമിറ്റഡ് ആയിരിക്കും ഇഞ്ചെക്റ്റ് ചെയ്യുന്ന വാട്ടറിൻ്റെ ഫ്ലോ. സോ റേഷ്യോ കൺട്രോളർ വെച്ച് ക്രൂഡിൻ്റെ റേഷ്യോ കൺട്രോളർ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. നമ്മൾ ഫീഡ് ഫ്ലോവിൻ്റെ റേഷ്യോ കൺട്രോളർ നിന്ന് നേരെ വാഷ് വാട്ടറിൻ്റെ FIC കൺട്രോളിലോട്ട് പോകും. ഇവിടെ നിന്ന് നേരെ പോകുന്നത് എക്സ്ചേഞ്ചറിൻ്റെ സെക്കൻഡ് സ്റ്റേജിൻ്റെ സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇൻലെറ്റിലോട്ടാണ്. ഓക്കെ, ഇൻലെറ്റിലോട്ട് പോയി ഇവിടെ നിന്ന് നേരെ വാട്ടറും ക്രൂഡും കൂടെ മിക്സായി PDIC ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ് നേരെ ഇവിടെ നിന്ന് ഇൻ്റർഫേസ് കൺട്രോളർ വഴി ഈ ഡിസ്പാച്ച് ആകുന്ന ഈ വരുന്ന വഴി കളക്ട് ചെയ്യുന്ന ഇത് റീസൈക്കിൾ പമ്പ് ത്രൂ ഈ കുറച്ച് കൂടുതലായില്ല. കാരണം ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ക്രൂഡ് സെക്കൻഡ് സ്റ്റേജിലോട്ട് വന്ന് സെക്കൻഡ് സ്റ്റേജിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലായിരിക്കും സാൾട്ട് കൂടുതൽ ഉണ്ടാകാൻ ചാൻസ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലോട്ടാണ് വരുന്നത്. ഇവിടെയാണ് ആക്ച്വലി ബ്രാക്കിഷ് വാട്ടർ, സ്വീറ്റ് വാട്ടർ ആക്ച്വലി ഇവിടെ ഇഞ്ചെക്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻ്റർഫേസ് വഴി കളക്ട് ചെയ്യുന്ന ഈ കുറച്ച് സാൾട്ടഡ് ആയിട്ടുള്ള വാട്ടർ ആക്ച്വലി റീസൈക്കിൾ പമ്പ് ത്രൂ ഡയറക്റ്റായിട്ട് അഗെയിൻ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേജിൻ്റെ വാഷ് വാട്ടർ ഇഞ്ചക്ഷൻ നോസിലോട്ടായിരിക്കും. ഓക്കെ, വാഷ് വാട്ടറിൽ ഇഞ്ചക്ഷൻ നോസിൽ ഇത് ചെയ്ത് ഇവിടെ നിന്ന് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഇൻ്റർഫേസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് അതിനുശേഷം കറക്റ്റായിട്ട് പോകുന്നത് ഫ്ലൂയിഡ് വാട്ടർ ബാലൻസ് ടാങ്കിലോട്ടായി. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജാണ്. സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് വാട്ടർ വെച്ചിട്ട് ഓക്കെ, ഇതുകൊണ്ട് റീസൈക്കിൾ പമ്പാണ്. ഡിസാൾട്ടറിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേജിലോട്ട് വരുന്ന റീസൈക്കിൾ പമ്പിൽ നിന്ന് വന്ന് നേരെ ഫസ്റ്റ് സ്റ്റേജിലോട്ട് വന്ന് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഇൻ്റർഫേസ് ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് നേരെ പോകുന്നത് ഈ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു എഫ്ലുവൻ്റ് വാട്ടർ വാഷ് വാട്ടർ എക്സ്ചേഞ്ചറിലോട്ട് എവിടെ വരുന്നു, ഇവിടെ നിന്ന് ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ കയറി ഇറങ്ങി നേരെ പോകുന്നത് വാട്ടർ ടാങ്കിലോട്ടാണ്.
ഓക്കെ, വാട്ടർ ടാങ്കിലോട്ട് ഡയറക്റ്റായിട്ട് പോകുന്നു. അപ്പോൾ ഇതിൽ ക്രൂഡ് ചാർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഫീഡ് പമ്പിൽ നിന്ന് നേരെ ക്രൂഡ് എക്സ്ചേഞ്ചറിൽ പോയി, ക്രൂഡ് എക്സ്ചേഞ്ചറിൽ നിന്ന് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തതിന് ശേഷം പിന്നെ ഹീറ്ററിൽ പോയി, ഹീറ്ററിൽ നിന്ന് നേരെ ഫസ്റ്റ് സ്റ്റേജ്, ഇത് റിമൈൻഡ് ചെയ്യണേ, ഫസ്റ്റ് സ്റ്റേജിൽ പോയി, ഫസ്റ്റ് സ്റ്റേജിൽ നിന്നും പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ പോയി, സെക്കൻഡ് സ്റ്റേജിൽ നിന്നും ക്രൂഡ് എക്സ്ചേഞ്ചറിൽ പോകുന്നു. കാരണം ഈ സെക്കൻഡ് സ്റ്റേജിൽ ഓവർ ഹീറ്റ് ആയിട്ടുള്ള ക്രൂഡ് 58 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുള്ള ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഫീഡ് പമ്പ്, വെറ്റ് ടാങ്കിൽ നിന്ന് എടുക്കുന്ന ഫീഡ് പമ്പിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ആണ് ആക്ച്വലി ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ പോകുന്നത്. ഈ 58 ഡിഗ്രി ഇവിടെ ടെമ്പറേച്ചർ ഡൗൺ ആവും. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ട്രെയിൻ എയിൽ ബൈപ്പാസിലാണ് ഓടുന്നത്, അതുകൊണ്ട് ടെമ്പറേച്ചർ വലിയ വ്യത്യാസമില്ല. 57 ആണ് ഇവിടെ. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ 58 ആണ്. ഓക്കെ, ബട്ട് നമ്മൾ ട്രെയിൻ ബിയിൽ ആക്ച്വലി ഇറ്റ് ഈസ് വർക്കിംഗ്, എക്സ്ചേഞ്ചർ ഈസ് വർക്കിംഗ്. എക്സ്ചേഞ്ചറിൽ ടെമ്പറേച്ചർ 71 ആണ് ഇവിടെ. അത് നേരെ ഹീറ്റ് എക്സ്ചേഞ്ചറിലോട്ട് കടന്നുപോയി നേരെ ഇവിടെ വരുന്ന സമയത്ത് 62 ഡിഗ്രി ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 8 ഡിഗ്രി 9 ഡിഗ്രി ഡിഫറൻസ് വന്നിട്ട് നമുക്ക് ഇവിടെ 42 to 49 ഫീഡ് പമ്പിൽ നിന്നും ഫസ്റ്റ് സ്റ്റേജിലേക്ക് വരുന്ന ക്രൂഡിൻ്റെ ടെമ്പറേച്ചറിൽ ഇൻക്രീസ് ആകാൻ വേണ്ടി സഹായിക്കുന്നു. ബാക്കപ്പ് പ്രഷറുണ്ട് ഇവിടെ, സിസ്റ്റം പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 95 ഡിഗ്രി. ട്രിപ്പ് ഞാൻ പറഞ്ഞത് PAL 2065 ഫോർ സിസ്റ്റം ട്രിപ്പാണ്, പ്രഷർ ലോ വരുന്ന സമയത്ത് വരുന്ന ട്രിപ്പാണ്. ഓക്കെ, ഇത് ടോട്ടൽ ഈ പ്രഷർ ലോ ആക്ടിവേറ്റ് ആകുകയാണെങ്കിൽ ടോട്ടൽ സിസ്റ്റം ട്രെയിൻ എ ഓർ ട്രെയിൻ ബി ട്രിപ്പ് ആകുന്നതായിരിക്കും. അതിനുശേഷം നേരെ നമ്മൾ ഡ്രൈ ടാങ്കിൽ ആക്ച്വലി സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഓൾറെഡി പറഞ്ഞിരുന്നു, ഹീറ്റ് എക്സ്ചേഞ്ചർ ടോട്ടലി PLC കൺട്രോൾഡാണ്, ECS കൺട്രോൾഡ് അല്ല, സെപ്പറേറ്റ് സിസ്റ്റമാണ്. സിസ്റ്റം ട്രിപ്പ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഹീറ്ററും ട്രിഗർ കൊടുത്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആകുന്നതായിരിക്കും. ഓക്കെ, കൺസേൺഡ് ആയിട്ടുള്ള LDAL ഇതിൽ കൊടുത്തിട്ടുണ്ട്. LDAH ഹൈ ആകുന്ന സമയത്ത്, ഫസ്റ്റ് സ്റ്റേജിൽ ഹൈ ആകുന്ന സമയത്ത്, ഓക്കെ, തേർഡ് പാർട്ടിലോട്ട് ഫസ്റ്റ് സ്റ്റേജിൻ്റെ LDAH ഹൈ ആകുന്ന സമയത്ത് ആക്ച്വലി ഇവിടെ ഇൻ്റർഫേസിൻ്റെ ലെവൽ ഹൈ ആകുന്ന സമയത്ത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വാട്ടർ നമ്മളുടെ ഇതില്ലേ എന്താ പറയുന്ന റീസൈക്കിളിൻ്റെ പമ്പ് ട്രിപ്പ് ആവും. ആക്ച്വലി റീസൈക്കിൾ പമ്പ് സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേജിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായും LDAH ഹൈ ആകുന്ന സമയത്ത് ഇതിൻ്റെ ട്രിപ്പിംഗ് കൊടുത്തിരിക്കുന്നത് നമ്മൾ റീസൈക്കിളിലോട്ടാണ്. അപ്പോൾ റീസൈക്കിൾ ABC വാട്ട് എവർ ദ പമ്പ് ഈസ് റണ്ണിങ്, പമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആകുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ലെവൽ കമ്മിയായതിനു ശേഷം നമ്മൾ റീസെറ്റ് എല്ലാം അടിച്ചതിന് ശേഷം വീണ്ടും റീസൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇൻ കേസ് LDAL ആണ് ആക്ടിവേറ്റ് ആവുന്നതെങ്കിൽ ആക്ച്വലി എന്താണെന്ന് ഇതിൽ നിന്ന് വെള്ളം മാക്സിമം കൺട്രോളർ ഔട്ട് ഓഫ് വാട്ടർ ആയിട്ടാണ് സംഭവിക്കുന്നത്. ചില സമയത്ത് അങ്ങനെ സംഭവിക്കാം, ചില സമയത്ത് കെമിക്കൽ ഡോസ് പ്രോപ്പർ അല്ലെങ്കിൽ സംഭവിക്കാം. എമൽസിഫിക്കേഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ലെങ്കിൽ സംഭവിക്കാം. ട്രാൻസ്ഫോമർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നില്ലെങ്കിൽ സംഭവിക്കാം. ഓക്കെ, സോ ആ സമയത്ത് LDAL ആക്റ്റീവ് പ്രോസസ് റിലേറ്റഡ് LDAL സപ്പോസ് ഇൻ കേസ് LDAL സ്വിച്ചിൻ്റെ മാൽ ഫങ്ഷനിലും സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് LDAL ആക്റ്റ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതിൽ നിന്ന് ഔട്ട് പോകുന്ന വെള്ളം മാക്സിമം സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനു വേണ്ടി ആക്ച്വലി ഫസ്റ്റ് സ്റ്റേജിൽ നിന്നും പുറത്തോട്ട് പോകുന്ന വെള്ളം മീൻസ് വാട്ടർ ടാങ്കിലേക്ക് പോകുന്ന വെള്ളം സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കൺസേർഡ് ആയിട്ടുള്ള ESDV എമർജൻസി ഷട്ട് ഡൗൺ വാൾ 2011
അത് ട്രിപ്പ് ചെയ്യുന്നതായിരിക്കും. ലെവൽ മെയിൻറ്റെയിൻ ആയതിനു ശേഷം നമ്മൾ റീസെറ്റ് ചെയ്ത് ഈ കൺട്രോളർ നമ്മൾ ഓട്ടോയിൽ തന്നെ ഇരുന്നാലോ അല്ലെങ്കിൽ മാനുവലായിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് മുന്നേ ESDV റീസെറ്റ് ചെയ്ത് ESDV ഓപ്പൺ ചെയ്ത് നമ്മൾ മാനുവലി കൺട്രോൾ എടുത്ത് നമ്മൾ മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, LAL 2022 ഫസ്റ്റ് സ്റ്റേജിൻ്റെ ടോട്ടൽ ലിക്വിഡ്സിൻ്റെ ക്രൂഡ്സിൻ്റെ ലെവലാണ്. ഈ ലെവൽ ലോ ആവുകയാണെങ്കിൽ ആക്ച്വലി നമ്മളുടെ സിസ്റ്റം ട്രിപ്പ് ആകുന്നതായിരിക്കും. ഇതെല്ലാം സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലോട്ട് പോവുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലും ഇതേപോലെ LDAH, LDAL, LAL 2030 എന്നീ പാരാമീറ്റേഴ്സ് ഫോർ സെറ്റിങ്സ് ഫോർ ദ ESD സിസ്റ്റം വെച്ചിട്ടുണ്ട്. സോ ഇതിൽ LDAH ഹൈ ആവുകയാണെങ്കിൽ ഇൻ കേസ് ഓഫ് നമ്മളുടെ ട്രാൻസ്മിറ്റർ മാൽ ഫങ്ഷനിങ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫ്ലോ അല്ലെങ്കിൽ കെമിക്കൽ ഡോസിങ് പ്രോപ്പറില്ലായി വരിക, കൺട്രോളർ കറക്റ്റ് അല്ലാതെ വരിക, അല്ലെങ്കിൽ എമൽസിഫിക്കേഷൻ, ട്രാൻസ്ഫോമർ പ്രോബ്ലം എന്നീ പ്രോസസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്ന സമയത്ത് LDAH ഇൻ കേസ് ആക്ടിവേറ്റ് ആകുകയാണെങ്കിൽ വാഷ് വാട്ടർ ആയിരിക്കും ട്രിപ്പ് ആകുന്നത്. കാരണം വാഷ് വാട്ടറാണ് സെക്കൻഡ് സ്റ്റേജിലോട്ട് വെള്ളം ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ ലോ ലെവലാക്കി കൺസേൺഡ് ആയുള്ള ഫാൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് റൂട്ട് കോസ് ചെയ്ത് അത് കൺട്രോൾ ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്ത് വാഷ് വാട്ടർ പമ്പ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. വാഷ് വാട്ടർ സ്റ്റാർട്ട് ചെയ്ത് വാഷ് വാട്ടർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്രോസസ്സ് തുടരാവുന്നതാണ്. ഓക്കെ, ഇതിലും LAL 2030 ടോട്ടൽ ലിക്വിഡ്സ് ലോ ലെവലുണ്ട്. ഇതാകുകയും സിസ്റ്റം ലെവൽ 3 ട്രിപ്പ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് നേരിട്ട് കമൻറ്റ് ചെയ്യാം. അത് എനിക്കറിയാവുന്നതുപോലെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും, അറിയുന്നത് പോലെ മാക്സിമം. കാരണം ഞാനൊരു പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത് 17 years എക്സ്പീരിയൻസ് ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റേഷൻ റിലേറ്റഡായിട്ട് സീനിയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ മാക്സിമം എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ കറക്റ്റായിട്ട് ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.